പാപബോധാത്മകം അനുപമിതം കാലദേശാവധിഭ്യം നിർമുക്തം നിത്യമുക്തം നിഗമശതസഹസ്രേണ നിർഭാസ്യമാനം അസ്പഷ്ടം ദുഷ്ടമാത്രേ പുന ഒരു പുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം തത്താവത് ഭാതി സാക്ഷാൽ ഗുരുപവനപുരി ഹന്ത ഭാഗ്യം ജനാനാം. അപ്പം നമുക്കൊക്കെ നല്ല സുഖമായി സന്തോഷമായി. ഇനിയിപ്പോൾ എന്തിനാണ് വിഷമിക്കണത്? ഈ ജാതകവും നോക്കണ്ട, ജ്യോത്സ്യനെയും കാണാൻ പോകണ്ട. ഞാൻ പറയാച്ചാൽ കേട്ടോ പറയണത്, നിങ്ങൾ പൊക്കോളൂ കേട്ടോ, എനിക്ക് തോന്നുന്നില്ല. പൊക്കോളൂ. ഞാൻ പറയാച്ചാൽ ആനന്ദിക്ക് തന്നെ ഗുരുവായൂരപ്പ അവിടുന്ന് അകത്തുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇതാണ് വേണ്ടത്. മനസ്സമാധാനം ഉള്ള ആൾക്കാർക്ക് തോർത്തുകൊണ്ട് വിരിച്ചാലും കിടന്നുറങ്ങും. മനസ്സമാധാനം ഇല്ലാത്ത ആൾക്ക് AC ഇട്ട് റൂം കൊടുത്താലും അവിടെ കിടന്നുണ്ടാവും കിടന്നിട്ട്, അല്ലേ? അതുകൊണ്ടാണ് പട്ടരിപ്പാട് പറഞ്ഞത് ആയുരാരോഗ്യ സൗഖ്യം ഗുരുവായൂരപ്പ എന്ന് പറഞ്ഞത്. ആയുസ്സുണ്ടാവണം, ആരോഗ്യം ഉണ്ടാവണം, മനഃശാന്തി ഉണ്ടാവണം. ശാന്തി എന്ന് പറയുന്ന സാധനം ഇല്ല വാസ്തവത്തിൽ. എന്നിട്ട് നമുക്കറിയാം ഇത് കൊണ്ട് നശിപ്പിച്ചത് നമ്മൾ തന്നെയാണ് വാസ്തവത്തിൽ. ആഗ്രഹങ്ങളുടെ പിന്നാലെ ഓടി നടന്ന് ക്ഷീണിച്ച അവസരമായി. എന്നാലും വീട്ടിൽ ഞാനത് നേടിയടങ്ങുന്നതാണ്. റൊട്ടി കപ്പട മക്കാൻ മാത്രമേ വേണ്ടൂ നമുക്ക്, അല്ലേ? കഴിക്കാൻ കുറച്ച് ഭക്ഷണവും വേണം, കിടക്കാൻ കുറച്ച് സ്ഥലവും വേണം, ഇത്തിരി സ്ഥലവും വേണം. എത്ര വേണം കിടക്കാൻ സ്ഥലം? വാമനമൂർത്തിക്ക് ഇത്രയും വലിയ ഭഗവാന് 3 അടി വേണ്ടു. നമുക്കിവിടെ 300 അടിയല്ല 3000 അടി സ്ക്വയർ ഫീറ്റ് വീട് വെച്ചാലും പിന്നെ ഒരു 2000 അടി കൊണ്ട് നീട്ടിയാലോ എന്നൊരു വിചാരാ. ഈ കണ്ട ഈശ്വരാവതാരം വാമനമൂർത്തി ചോദിച്ചു എനിക്ക് 3 അടിയേ വേണ്ടു എന്നുള്ളത്. അപ്പം നമുക്ക് നമ്മുടെയൊക്കെ ആഗ്രഹം എവിടെ പോയി കിടക്കണമെന്നുള്ളതല്ലേ? ചില ആൾക്കാരൊക്കെ ചില സാധനം ഉണ്ടാക്കി വെച്ചാൽ കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ എന്തിനാ ഇത് ഉണ്ടാക്കി വെച്ചതെന്ന് തോന്നും, അല്ലേ? 10, 70, 60, 80 ലക്ഷമൊക്കെ ചിലവാക്കിയിട്ട് വീടുണ്ടാക്കിയിട്ട് താമസിക്കാൻ ആരും ഇല്ലാത്തരേ. അവിടെ ഒരു മുത്തനുണ്ട്, മുത്തിയുണ്ട്, പട്ടിയുണ്ട്, വേറെ ഒന്നുമില്ല അതിൻ്റെ ഉള്ളിൽ. അത് ഉണ്ടാക്കിയ ആൾക്ക് താമസിക്കാനുള്ള യോഗമില്ല. അതിൽ ഇപ്പോഴും കിടക്കുന്നത് റൂമിലാണ്, അവിടെ ഗൾഫിൽ. എന്തൊരു ഗതികേടാന്ന് നോക്കണേ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആവശ്യങ്ങൾ വളരെ കുറവാണ്. ആഗ്രഹങ്ങളാണെന്ന് വെച്ചാലോ പരിമിതിയില്ലാത്ത വസ്തുക്കളാണ്. അതുകൊണ്ട് ഈ ആഗ്രഹങ്ങൾ നേടാൻ പോകുന്ന ആൾക്കാരുടെയാണ് അവർക്കാണ് അത്ര ഏറ്റവും വലിയ ഗ്രഹപ്പഴ ഉണ്ടാവുന്നത്. നമ്മളൊരു ഗ്രഹപ്പഴ എന്ന് പറയല്ലേ, എവിടുന്ന് ഗ്രഹപ്പഴ ഉണ്ടാവുന്നത്? ആഗ്രഹങ്ങൾ സാധിക്കാൻ പോകുന്ന ആൾക്കാർക്ക് ഉണ്ടാവുന്ന അപകടത്തിൻ്റെ പേരാണ് ഗ്രഹപ്പഴ. ആവശ്യങ്ങൾ ഈശ്വരൻ നന്നാക്കി തരും, ഒരു ബുദ്ധിമുട്ടും എല്ലാ ആവശ്യവും നടത്തി തരും നമുക്ക്. ഈശ്വരനെ ഉപാസിക്കുന്നവർ ഒരു കാലത്തും പട്ടിണി എടുക്കില്ല, ഒരിക്കലും ആരോഗ്യത്തിന് കുഴപ്പമുണ്ടാവില്ല, മനസ്സമാധാനം ഉണ്ടാവുകയും ചെയ്യും. അത്ര വലിയ യോഗീശ്വരന്മാരൊക്കെ ഉണ്ട്. പക്ഷേ ഭൗതികമായിട്ട് നമ്മൾ നേട്ടങ്ങൾക്ക് പിന്നാലെ പോയി കഴിഞ്ഞാൽ അത് അവസാനം നമുക്ക് കോട്ടങ്ങളായിട്ട് മാറി രോഗികളായിട്ട് മാറേണ്ടി വരും. അതുകൊണ്ടാണ് ഭഗവാൻ പട്ടതിരിപ്പാട് പറഞ്ഞത് ഈശ്വരനും ഭാഗവതവും ഗുരുവായൂരപ്പനും ഗുരുക്കന്മാരും ഒക്കെ സുഖമായിട്ട് സുലഭമായിട്ടുണ്ടായിട്ട് പോലും മറ്റു വസ്തുക്കൾ പിന്നാലെ പോയി നശിക്കുന്നുല്ലോ ലോകം എന്ന് പറയുകയാണ്. എന്താ കാരണം എന്ന് വെച്ചാൽ ആഗ്രഹങ്ങൾ തന്നെ. ഏതീ താവദ്വയന്തു സ്ഥിരതര മനസ്സാ വിശ്വപീഡാവഹത്തി നിശേഷാത്മാനമേനം ഗുരുഭവനപുരാധീശ ഏവ ആശ്രയാമ. അതാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ വേറെ ആരെയും ആശ്രയിച്ചിട്ട് കാര്യമൊന്നുമില്ല. ഇവിടെ ഈ ലോകത്തിൽ ഏറ്റവും കൂടുതൽ വിശ്വസിക്കാവുന്നവരാരെയും ചോദിച്ചു കഴിഞ്ഞാൽ ശ്രീ ഗുരുവായൂരപ്പനെ മാത്രമാണ്. വേറെ ആരെയും വിശ്വസിക്കാൻ പറ്റില്ല. എന്താ വിശ്വസിക്കാൻ പറ്റാത്തത് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പോലും സ്ഥിരതയില്ലാത്ത ആളാ. പിന്നെ ഇങ്ങനെ എന്ത് വിശ്വാസം പറയാനപ്പോൾ അടുത്ത കൊല്ലം കാണാട്ടോ, കാണാട്ടോ. എവിടെ കാണുക? ഇവിടെയാണോ അവിടെയാണോ? ആവോ, ചിലപ്പോൾ ഇവിടെയാവും, ചിലപ്പോൾ നിങ്ങളും വന്നുമല്ലേ. ഞാനും ഒരു അപകടത്തിൽ പെട്ടതാ, ഇപ്പം ഇങ്ങോട്ട് വന്നു കഴിഞ്ഞില്ലേ. അതാണ് അവസ്ഥ. ഒന്നും പറയാൻ പറ്റില്ല. പക്ഷേ ഈ ഭഗവാനാണെന്ന് വെച്ചാലോ സ്ഥിരമായിട്ട് ഉള്ളതാണ്. അപ്പോൾ വിശ്വാസം അവിടെ സ്ഥിരതര മനസ്സാ. പിന്നെ എന്ത് വേണം? മനസ്സിലെ പ്രാർത്ഥനയ്ക്ക് ലോകശാന്തിയെപ്പറ്റി ചിന്തയുണ്ടാവണം, സ്വന്തം ശാന്തിയല്ല വേണ്ടത്. ലോകശാന്തി വളരെ പ്രധാനമാണ്. ലോകത്തിന്, അതായത് സർവഭൂതാനം അനുഗ്രഹ ബുദ്ധി, സർവഭൂതഹിതേരതാഹ. സർവഭൂതങ്ങൾക്കും അനുഗ്രഹ ബുദ്ധി ഉണ്ടാവുക, എല്ലാവർക്കും ഹിതമായ ഒരവസ്ഥ ഉണ്ടായിത്തീരുക എന്ന് നമ്മൾ പ്രാർത്ഥിക്കുക എന്നർത്ഥം. അത് പ്രാർത്ഥന പ്രധാനമാണെന്നർത്ഥം. അതാണ് പഠിച്ചപ്പോൾ 2-ാം ശ്ലോകത്തിനെ പറഞ്ഞു വിശ്വപീഡാപഹത്തി നിശേഷാത്മാനമേനം ഗുരുഭവനപുരാധീശ ഏവ ആശ്രയാമ. വേറെ ആരെയും ആശ്രയിച്ചിട്ട് ഇപ്പം നമുക്ക് പറയണത് അതാണ്. എന്ന് തൊട്ട് എത്രയ്ക്ക് വേഗത്തിൽ നമുക്ക് ഈ ധാരണ ഉള്ളിൽ വരുന്നോ അന്ന് തൊട്ട് നമ്മൾ രക്ഷപ്പെടും. എന്ന് തൊട്ട് എന്ത് ധാരണ? ഈ ഗുരുവായൂരപ്പനല്ലാണ്ട് വേറെ ഒരാളും എനിക്ക് ആശ്രയം ഇല്ല എന്നങ്ങോട്ട് ഉറച്ചാൽ അദ്ദേഹം പറയും അത് തന്നെ സത്യം, നിങ്ങളുടെ കൂടെ ഞാൻ ഉണ്ടാവും എന്നുള്ളത്.
അത് വരാത്തതുകൊണ്ടാണ് നമുക്കൊക്കെ പ്രശ്നം. എന്താ വെച്ചാൽ ഒന്നിനുമില്ലൊരു വിശ്വാസം, തന്നിലുമില്ല വിശ്വാസം. അതാണ് സത്യസായിബാബ പറഞ്ഞൊരിക്കൽ പറഞ്ഞു, സെൽഫ് കോൺഫിഡൻസിൻ്റെ ട്രാൻസ്ലേഷനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ആത്മവിശ്വാസം എന്നാണ്, അല്ലേ? ആത്മവിശ്വാസത്തിൻ്റെ ട്രാൻസ്ലേഷനാണ് സെൽഫ് കോൺഫിഡൻസ് എന്നുള്ളത്. ബാബ പറഞ്ഞു ആത്മവിശ്വാസത്തിൻ്റെ ട്രാൻസ്ലേഷൻ അല്ല സെൽഫ് കോൺഫിഡൻസ്. സെൽഫ് കോൺഫിഡൻസ് ഉണ്ടാവുന്നത് ഈഗോയിൽ നിന്നാണ്, അഹങ്കാരത്തിൽ നിന്നാണ്. ആത്മവിശ്വാസം ഉണ്ടാവുന്നത് ഞാൻ ആത്മാവാണെന്നുള്ള വിശ്വാസം ഉണ്ടാവുന്നതാണ്. ആ വിശ്വാസത്തിന് ആത്മീയതയുടെ ഭാവമുണ്ട്. ആ വ്യക്തി ജീവിതത്തിൽ ജയിച്ചിരിക്കും. ഞാൻ ശരീരമല്ല, ഞാൻ ആത്മചൈതന്യമാണെന്ന വിശ്വാസത്തിൻ്റെ പേരാണ് ആത്മവിശ്വാസം. അതിൽ നിന്നുണ്ടാവേണ്ടതാണ് തൻ്റെ ഇടം. ഇനി തൻ്റെ ഇടം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രപഞ്ചത്തിൽ സ്വന്തം ഇടം തിരിച്ചറിഞ്ഞ് അവിടെ സ്ഥിരമായിട്ട് താമസിക്കുന്ന ആളുടെ പേരാണ് തൻ്റെ ഇടി, അല്ലാണ്ട് തല്ലുന്ന ആൾക്കാരുടെ പേരല്ല. ഓൻ ഭയങ്കര തൻ്റെ ഇടി എന്ന് പറയാറില്ലേ, അതല്ല. ഈ പ്രപഞ്ചത്തിൽ തൻ്റെ സ്ഥാനം തിരിച്ചറിഞ്ഞ് അവിടെ സ്ഥിരമായിട്ട് നിന്ന് ഈശ്വര സാക്ഷാത്കാരത്തിന് വേണ്ടി ശ്രമിക്കുന്ന ആളുടെ പേരാണ് ആധ്യാത്മിക തൻ്റെ ഇടി. ഭൗതിക തൻ്റെ ഇടികൾ കുറേ ഉണ്ട്, ഇല്ല എന്ന് ഞാൻ പറയണില്ല, നിങ്ങൾക്ക് സന്ധ്യ കഴിഞ്ഞാൽ കാണാം അവരെയൊക്കെ. ആധ്യാത്മിക തൻ്റെ ഇടി എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തിൽ തൻ്റെ ഇടം തിരിച്ചറിഞ്ഞ് അവിടെ ഈശ്വരനെ ഉപാസിച്ച് തന്നെ തിരിച്ചറിയുന്ന ആളുടെ പേരാണ് തൻ്റെ ഇടി. അതുകൊണ്ട് ലോക സമാധാനത്തിന്, ലോക ശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. സ്ഥിരതര മനസ്സാ, മനസ്സിന് സ്ഥിരത ഉണ്ടാവുക. ചഞ്ചലപ്പെട്ട മനസ്സുകൊണ്ട് ഒരു ദിക്കിലും നമ്മൾ ഈ സൂചിയുടെ ഉള്ളിലേക്ക് നൂല് കയറ്റാൻ നോക്കുമ്പോൾ എന്താ ചെയ്യേണ്ടത്? സൂചി ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരുന്നാൽ നൂല് കയറുമോ? കയറില്ല. അതുപോലെ മനസ്സ് ഇങ്ങനെ കിടന്ന് ആടിക്കഴിഞ്ഞാൽ ഒരു ദിക്കിൽ നമ്മൾ എത്താൻ പോകുന്നില്ല. അത് ഇളക്കാനുള്ള ആൾക്കാർ ഇഷ്ടം പോലെ നമ്മുടെ കൂടെ ഉണ്ട് തന്നെ. ഇപ്പം എന്തായി നിങ്ങളുടെ മോളുടെ കാര്യം? അത് ശരിയാ, എന്നാൽ അവിടേക്ക് പോയി നോക്കൂ. അവിടെ പോയപ്പോൾ എന്തായി? എനിക്കും കൂടി സുഖമില്ലാണ്ടായി. അതെയല്ലേ, എന്നാൽ ഇവിടേക്ക് പോയിക്കോളൂ. കുടുംബത്തിൽ എല്ലാവർക്കും അസുഖമായിക്കോളുന്നതാണ്. ഇങ്ങനെ നടന്നോളൂ, ഇങ്ങനെ ഓരോരുത്തർ ഇങ്ങനെ എവിടെ പോയാലും നേരെയാവുക എന്നുള്ളത്. സ്വയം നേരെയായാൽ എല്ലാം നേരെയാവും. സ്ഥിരതര മനസ്സാ. പിന്നെ പറഞ്ഞത് എന്താ വെച്ചാൽ ഭഗവത് സ്വരൂപത്തിനെ നമ്മൾ കാണുമ്പോൾ, അതായത് ഇപ്പോൾ ശ്രീകൃഷ്ണ ഭഗവാന്റെ രൂപം പറഞ്ഞ രൂപമല്ല, അത് വേഷമാണ്. ഏത് വേഷം എടുത്താലും ആ വേഷത്തിന് ഗുണം ചേരാണ്ട് വേഷം ഉണ്ടാവില്ല. കാലകർമ്മ ഗുണാശ്ച ജീവനിവഹ എന്നാണ് പരിപാടി പറഞ്ഞിട്ടുള്ളത്. കാലം, കർമ്മം, ഗുണം ഇതെല്ലാ ജീവികൾക്കും ബാധകമാണ്. എന്തൊക്കെയാണ്? കാലം, കർമ്മം, ഗുണം. എന്ന് വെച്ചാലോ നാമവും രൂപം എടുത്താൽ അതിൻ്റെ കൂടെ ഗുണവും ചേർന്നിരിക്കും. അത് ഉറപ്പാണ്. നമുക്കൊക്കെ ഉണ്ട് ഗുണം. നമ്മുടെ ഉള്ളിൽ എന്ത് ഗുണമുള്ളത് ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ? വല്ലവരും നമ്മുടെ എന്ത് ഗുണമുള്ളത്? നിർഗുണന്മാരല്ല, ഉറപ്പാണ്. അത് തമോ ഗുണമാണോ രജോ ഗുണമാണോ സത്വ ഗുണമാണോ ചോദിച്ചു കഴിഞ്ഞാൽ കാലത്ത് കുറച്ച് നേരത്തേക്ക് സത്വഗുണമൊക്കെ വരാറുണ്ട്, അല്ലേ? ആ തൊഴുതുകൊണ്ട് നിൽക്കുമ്പോൾ, നാമം ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒക്കെ, ഈ സപ്താഹം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഒക്കെ ശരിയാണല്ലോ, ഇത് ഈ തിരുമേനി പറഞ്ഞ പോലെ നാളെ തൊട്ട് പൂർണ്ണ സത്വഗുണ പ്രധാനികളായിട്ട് മാറണം. ആരിലും ഈശ്വരനെ കാണണം. ആരോടും വിദ്വേഷം ഉണ്ടാവരുത്. ആരോടും ആ വിദ്യുഷാവഹൈ ഓം ശാന്തി. അതൊക്കെ കഴിഞ്ഞ് ഈ പടിയങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ശങ്കരൻ എഗെയിൻ ഓൺ ദ കോക്കനട്ട് ട്രീ തന്നെ. അത് തന്നെ മായ, അത് തന്നെ മായ എന്നുള്ളത്. ഈ സത്വഭാവം പുറത്ത് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അത് മായയാണെന്നർത്ഥം. നമ്മളെ അങ്ങനെ എല്ലാവരും ഇപ്പോൾ ജീവിക്കുന്നതൊക്കെ സത്വഗുണ പ്രധാനികളായി കഴിഞ്ഞാൽ കഥ എന്താ? പിന്നെ കുടമാളൂരിൻ്റെ അവസ്ഥ മാറും. പിന്നെ ഒക്കെ അത് വരില്ല. അത് അങ്ങനെ പോകാൻ വിടുന്നില്ല. നല്ല ബുദ്ധിമുട്ടുണ്ട് മാറി കിട്ടാനായിട്ട്. പക്ഷേ ഒന്ന് പറഞ്ഞു, ഗുണം ചേരാത്ത നാമരൂപങ്ങളില്ല. പക്ഷേ ഭഗവാൻ ഒരു വേഷം എടുത്തു കഴിഞ്ഞാൽ ആ വേഷത്തിൽ ഒരൊറ്റ ഗുണമേ ഉണ്ടാവുള്ളൂ, സത്വഗുണം മാത്രമേ ഉണ്ടാവുള്ളൂ. അതേ പറഞ്ഞിട്ടുള്ളൂ ഇവിടെ. വേറെ ഒരു ഗുണം ഉണ്ടാവില്ല. സത്വഗുണപ്രധാനികളായിരിക്കും ഭഗവാൻ. സത്വഗുണത്തിന് മാത്രം അത് അകത്തും പുറത്തും ഒരേപോലെ പ്രകാശിക്കുന്നതായ ഒരു സ്വരൂപമായിരിക്കും, ഒരു വേഷമായിരിക്കും ഭഗവാന്റെ. ശ്രീകൃഷ്ണ ഭഗവാന്റെ നിറമല്ല, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നീല ഭഗവാന്റെ പ്രകാശമാണ്. അഗ്രീ പശ്യാമി തേജ എന്നാ പറഞ്ഞേക്കുന്നത്. തേജസ്സാണ് ഭഗവാന്റെ, നീലപ്രകാശമാണ് ഭഗവാന്റെ. അതുകൊണ്ട് പറഞ്ഞു തൽ സ്വച്ഛത്വാൻ ആച്ഛാദിത പരസുഖജിത് ഗർഭനിർഭാസരൂപം. ആച്ഛാദിതമായിരിക്കുന്നത്, മറവില്ലാത്തത്, ഉത്കൃഷ്ടമായിട്ടുള്ളത്, സുഖമായും പ്രകാശമായിട്ടും ഉള്ളിൽ വിളങ്ങുന്ന സത്വഗുണത്തിനെ ആധാരമാക്കിയിട്ടാണ് ഭഗവാൻ എല്ലാ വേഷങ്ങളും കെട്ടുന്നത്. പക്ഷെ എന്താണ്? തസ്മിൻ
ധന്യാരമന്തേ. ഞാൻ ഇത്തവണ ഹരിദ്വാരിൽ പോയപ്പോൾ സന്ധ്യയ്ക്ക് 5:45 ഗംഗ ആരതി ഉണ്ട് ഹരിദ്വാരിൽ ബ്രഹ്മകുണ്ടത്തിൽ വെച്ചിട്ട്. അപ്പോൾ ആരതിയിൽ കുറേ ആൾക്കാർ റസീറ്റ് കൊണ്ട് നടക്കും. എന്നിട്ട് ഉറക്ക വിളിച്ചു പറയും, ഈ ലോഗ് വഡോദര से आया है, इतना रुपया സംഭാവന കിയാ ഹേ. ഉറക്കം വിളിച്ചു പറയും അവർ. അപ്പോൾ കേൾക്കാൻ ആൾക്കാർക്ക് പേരിങ്ങനെ കേൾക്കുമ്പോഴേ. അപ്പോൾ അതിലൊരു കാര്യം പറഞ്ഞു, ഈ ദാനം ചെയ്യുന്നത് ധനവാനല്ല, ദാനം ചെയ്യുന്ന ആൾ ഭാഗ്യവാന്മാർക്ക് മാത്രമേ ദാനം ചെയ്യാൻ പറ്റുള്ളൂ, ധനവാന്മാർക്ക് ദാനം ചെയ്യാൻ പറ്റില്ല എന്ന്. നല്ല വാക്കാത്. എന്താ പറഞ്ഞത്? അത് കേൾക്കാൻ നല്ല രസമായിരുന്നു. ധനവാൻ ലോഗ് കബീ ഭീ ദാൻ നയും കർത്താ ഹേ, ഭാഗ്യവാൻ ലോഗ് കർത്താ ഹേ. ഇപ്പോൾ ദാനം ചെയ്യാൻ ആർക്കാ സാധിക്കുന്നത്? ഞങ്ങൾക്ക് അത്രയൊക്കെ ഭാഗ്യം മതിയല്ലേ. അങ്ങനെ ദാനം ചെയ്ത് ഭാഗ്യം ഉണ്ടാ. പക്ഷെ അവർ പറഞ്ഞത് ശരിയാണ്. ദാനം ചെയ്യുന്നവർ ഭാഗ്യവാന്മാർ ധനവാന്മാരായിരിക്കില്ല എന്നർത്ഥം. ധനവാന്മാർക്ക് ദാനം ചെയ്യാൻ മടി ഉണ്ടാവാം, പക്ഷെ ദാനം ചെയ്യാൻ തുടങ്ങുന്നത് ഭാഗ്യവാന്മാർ. ഈശ്വരൻ്റെ കരുണ അപ്രതീക്ഷിതമായിട്ട് കിട്ടുന്നതിൻ്റെ പേരാണ് ഭാഗ്യം. ഭാഗ്യത്തിനൊരവസ്ഥയില്ല. ഈശ്വരകൃപ അപ്രതീക്ഷിതമായിട്ട് അനുഭവിക്കാൻ സാധിക്കുന്നതിൻ്റെ പേരാണ് ഹന്തഭാഗ്യം ജനാനം പറയുന്ന ആ ഭാഗ്യത്തിൻ്റെ അവസ്ഥ. അതുകൊണ്ട് പറഞ്ഞു ആ ധന്യാരമന്തി. അത് കഴിഞ്ഞ് ഈശ്വര സ്വരൂപത്തിൻ്റെ അല്ലെങ്കിൽ ഈശ്വര ഭാവത്തിൻ്റെ കഥ പറഞ്ഞു. നിഷ്കമ്പേ നിത്യപൂർണി നിരവധി പരമാനന്ദ പീയൂഷരൂപേ നിർലീനാനേകമുക്താവലി സുഭഗതമേ നിർമ്മല ബ്രഹ്മസിന്ധോ. നിത്യപൂർണം എന്ന് വെച്ചാലോ നിറകുടം തുളുമ്പില്ല എന്ന് പറഞ്ഞ പോലെ എന്നും പൂർണ്ണം. അതെങ്ങനെ ഉദാഹരണം പറയുക ചോദിച്ചു കഴിഞ്ഞാൽ, ഈ വിളക്കിൻ്റെ തിരിയാണ് എക്സാമ്പിൾ പറയുക. അതായത് ഈ വിളക്കിൻ്റെ തിരിയിൽ നിന്ന് 1000 തിരി പകർത്തി കത്തിച്ചാലും ഈ തിരിയിൽ ഒരു വ്യത്യാസം ഉണ്ടാവില്ല, അതിന് വെളിച്ചം കുറയില്ല, അതേപോലെ കത്തിക്കൊണ്ടിരിക്കും. ഇതുപോലെ ഇപ്പോൾ ഗുരുവായൂർ മാത്രമേ കാണാൻ പറ്റുള്ളൂ. അത് പ്രദക്ഷിണം വെച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മറ്റുള്ളിടത്തൊക്കെ അഴിവാതിൽ അടച്ചിട്ടുണ്ടാവും. ശിവേരി സമയത്ത് ഗുരുവായൂർ മാത്രം അഴിവാതിൽ അടച്ചിട്ടുണ്ടാവില്ല. നമുക്ക് അകത്തുനിന്ന് പ്രദക്ഷിണം വയ്ക്കുമ്പോഴേയും അകത്തേക്ക് നോക്കി കഴിഞ്ഞാൽ ഭഗവാനെ കാണാം. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ മിക്കവാറും. അപ്പം അകത്തിരിക്കുന്ന ഉണ്ണീൻ പുറത്ത് തിളമ്പ് കൊണ്ട് പറഞ്ഞ ആ ഭഗവാനും ഒരേപോലെ അകത്തും പൂർണ്ണം പുറത്തും പൂർണ്ണം. പൂർണ്ണമത പൂർണ്ണമിതം, അതാണ് പറയാനുള്ളത്. അതായത് ഒരിക്കലും ആ പൂർണ്ണതയിൽ നിന്ന് ചലിക്കാത്ത വസ്തു നിഷ്കമ്പേ നിത്യപൂർണി. പിന്നെയോ നിരവധി പരമാനന്ദ പീയൂഷരൂപി. പരമാനന്ദം മാത്രമല്ല, ഈ ആനന്ദത്തിൻ്റെ പ്രത്യേകത എന്താ? അതിൽ ആനന്ദത്തിൻ്റെ മാത്രം കണ്ണീര് വരും, സന്തോഷം വരാൻ കൊണ്ടത് ഇവിടെയൊക്കെ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ അവസ്ഥ നിർലീന അനേകമുക്താവലി. മുമുക്ഷുക്കൾ അനേകം ഭഗവാൻ ചേർന്ന് നിൽക്കുകയാണ്. മോക്ഷകാംക്ഷികളായിരിക്കുന്നതായ ഭക്തന്മാർ ഭഗവത്പാദനെയും ആശ്രയിച്ചുകൊണ്ടിരിക്കുന്നു. നിർമ്മല ബ്രഹ്മസിന്ധോ. ഭഗവാന്റെ പ്രത്യേകത നിർമ്മലമായിരിക്കുന്ന ബ്രഹ്മസമുദ്രം പോലെയാണത്. എന്താ സമുദ്രത്തിൻ്റെ പ്രത്യേകതയുണ്ട്. സമുദ്രത്തിൽ ഏറ്റവും കൂടുതൽ തിരമാലകളാണ് അല്ലേ? സമുദ്രത്തിൻ്റെ പ്രത്യേകത എന്താ? സാ പ്ലസ് മുദ്ര ആണ് സമുദ്ര. എന്താ സാ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആദ്യം പറഞ്ഞു, സാ എന്ന് വെച്ചാൽ ബ്രഹ്മത്തിൻ്റെ അക്ഷരമാണ് സ. ഈ ബ്രഹ്മത്തിൻ്റെ ലക്ഷണമായിട്ട് പറയുന്നത് ഒരേ ഒരു വസ്തുവാണ്, ആകാശവും സമുദ്രവും. അപ്പം സായുടെ മുദ്ര വഹിക്കുന്ന വസ്തുവിൻ്റെ പേരാണ് സമുദ്ര. സാ എന്നുള്ള ബ്രഹ്മത്തിൻ്റെ മുദ്ര വഹിക്കുന്ന വസ്തു, അതുകൊണ്ട് നമ്മൾ പറഞ്ഞു സമുദ്ര എന്നുള്ളത്. അപ്പം ആ സമുദ്രത്തിന് ഒരിക്കലും വെള്ളം അധികം തികട്ടി പോവുകയാവട്ടെ, വെള്ളം കുറയുകയാവട്ടെ, ഒരിക്കലും പതിവില്ല. നിഷ്കമ്പേ നിത്യപൂർണി. പക്ഷെ എന്താ, തിരമാലകൾ വന്നുകൊണ്ടിരിക്കും. എന്ന് വെച്ചാൽ തിരമാലയുടെ പ്രത്യേകത എന്താ ചോദിച്ചു കഴിഞ്ഞാൽ, ഭഗവാന്റെ അവതാരങ്ങളും വേഷങ്ങളും ഒക്കെ തിരമാല പോലെയാണ്. നമ്മളാണെന്ന് വെച്ചാലോ സംസാര സമുദ്രത്തിലെ തിരമാല പോലെയാണ് നമ്മൾ ജനിക്കുന്നത്. ബ്രഹ്മസമുദ്രത്തിലെ തിരമാല പോലെയാണ് ഭഗവാൻ അവതരിക്കുന്നത്. ഇത്രേ വ്യത്യാസമുള്ളൂ. രണ്ടും വേഷങ്ങളാണ്. അതുകൊണ്ട് കല്ലോലോല്ലാസുതുല്യം ഖലു വിമലതരം സത്വം ആഹു. അവിടെ സത്വഗുണത്തിനെ ആധാരമാക്കിക്കൊണ്ട് ഈ ബ്രഹ്മസമുദ്രത്തെ തിരമാല പോലെ അവതരിക്കുന്നു. തഥാത്മാ കസ്മാന്നോ നിഷ്കളസ്ത്വം സകള ഇതി വജ ത്വത്കലാസു ഏവ ഭുമൻ. അവിടുത്തെ അവതാരങ്ങളെ വേഷങ്ങളെ ആധാരമാക്കിക്കൊണ്ട് അവിടുന്ന് സഗുണനായിട്ട് പറയാറുണ്ട്. അതേസമയം ബ്രഹ്മതത്വം എന്ന് പറയുമ്പോൾ നിർഗുണമായിട്ടും. അപ്പം എന്താ ഗുരുവായൂരപ്പൻ്റെ പ്രത്യേകത? സഗുണവും ഭഗവാൻ തന്നെയാണ്, നിർഗുണവും ഭഗവാൻ തന്നെയാണ്. അതാ പറഞ്ഞു വരുന്നത്. പിന്നെ പറഞ്ഞ എന്താ വെച്ചാൽ
ഒന്നും ചെയ്യാതെ എല്ലാം ചെയ്തുകൊണ്ടിരിക്കുക, ചെയ്യിച്ചുകൊണ്ടിരിക്കുക. അതാ ഭഗവാൻ നിർവ്യാപാരോപി നിഷ്കാരണം അജ. അതെങ്ങനെ സാധിക്കുക ചോദിച്ചാൽ ചിലതിൻ്റെ സാന്നിധ്യം മാത്രം മതി അല്ലേ. ഇപ്പം ഇവിടെ ഈ ലൈറ്റിൻ്റെ സാന്നിധ്യം കൊണ്ടാണ് നമ്മളിതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ. പകല് ഈ ലോകത്തിലെ എല്ലാ വ്യാപാരങ്ങളും നടക്കുന്നത് ആരുടെ വെളിച്ചത്തിലാണ്? സൂര്യൻ്റെ വെളിച്ചത്തിൽ. സൂര്യന് ഈ പ്രവൃത്തിയായിട്ട് വല്ല ബന്ധമുണ്ടോ? സൂര്യൻ്റെ ഒറ്റ പണി എന്താ? കർമ്മസാക്ഷി എന്നാ പറയുക സൂര്യനെ അല്ലേ. നിത്യകർമ്മസാക്ഷിയാണ് സൂര്യൻ. ആ സൂര്യൻ ഇങ്ങനെ പ്രകാശം ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്നു. ഈ പ്രകാശധാരയുടെ കീഴിൽ മനുഷ്യരുടെ അവരുടെ കർമ്മവാസനയ്ക്ക് അനുസരിച്ച് ഇപ്പം നമ്മൾ ഇന്ന് ഇവിടെ ഇരുന്ന് സപ്താഹം കേൾക്കുന്നു. ഇതേ സമയം കുറേ ആൾക്കാർ സിനിമാ തിയേറ്റർ സിനിമ ഉണ്ടാവും, കുറേ ആൾക്കാർ മാർക്കറ്റിൽ കിടന്ന് നടക്കുന്നുണ്ടാവും, ചില ആൾക്കാർ പരദൂഷണം നടക്കുന്നുണ്ടാവും. അവരോട് ചെയ്യുന്നുണ്ടാവും. ഈ സൂര്യന് വല്ല ബന്ധമുണ്ടോ അതിൽ? നിർവ്യാപാരോപി നിഷ്കാരണം അജ. ഇതിങ്ങനെ പ്രകാശം ചൊരിയാന്നല്ലാണ്ട് ഇതുപോലെ ഈശ്വര ചൈതന്യം, ഈശ്വര ഊർജം പ്രപഞ്ചത്തിലെ പ്രവഹിച്ചുകൊണ്ടിരിക്കുന്നു. അതിനെ പ്രവൃത്തികളായിട്ട് യാതൊരു ബന്ധമില്ല. ഓരോ ജീവാത്മാക്കളുടെ കർമ്മവാസനയ്ക്കും സംസ്കാരത്തിനും അനുസരിച്ച് ആ ഊർജത്തിനെ ഓരോരുത്തർ അവരുടെ തരത്തിൽ ഉപയോഗിച്ചു. അതുകൊണ്ടാണ് ആത്മനി ആത്മാവ്, നമ്മളെ നമ്മൾ തന്നെ വേണം നേരെയാക്കാൻ എന്ന് പറയാൻ കാരണം. വേറെ ആരും നേരെയാക്കാൻ പറ്റില്ല. നമ്മളെ നന്നാക്കണമെങ്കിൽ ആര് ശ്രമിക്കണം? അതാണ് പറഞ്ഞു വരുന്നത്. അതാണ് ഇവിടെ പറയാം. നിർവ്യാപാരോപി നിഷ്കാരണം അജഭജസി യത്ക്രിയാം ഇക്ഷണാഖ്യാം തേന ഏവ ഉദേതി ലീനാ പ്രകൃതി അസതി കൽപ്പാപി കൽപ്പാദികാലേ. അങ്ങനെ ഇരിക്കുമ്പോൾ സമയത്താണ് ഭഗവാന്റെ ഒരു ഈക്ഷണം കൊണ്ടോ അല്ലെങ്കിൽ ഒരു നോട്ടം കൊണ്ടോ ഈ പ്രകൃതി ശോഭിച്ച് പുറത്തേക്ക് വരുന്നത്. എപ്പോഴും ദൃഷ്ടിക്ക് സൃഷ്ടിയായിട്ട് ബന്ധമുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞു സൃഷ്ടി നിലനിൽക്കുന്നത് ദൃഷ്ടിയിലാണ്. അപ്പോൾ സൃഷ്ടി ഉണ്ടാവുന്നതും ദൃഷ്ടിയിൽ തന്നെയാണ്. ആ ദൃഷ്ടി അങ്ങനെ ഉണ്ടായി. അതിൽ ഭഗവാൻ തന്നെ തസ്യാ സംശുദ്ധമംശം കമപി തം അതിരോധായകം സത്വരൂപം സത്വം ധൃത്വാദാസി സ്വമഹിമ വിഭവാകുണ്ഠ വൈകുണ്ഠരൂപം. ഈ വൈകുണ്ഠ അവിടുന്ന് ആ രൂപത്തിനെ എടുക്കുന്നു. ഏത് രൂപത്തിനെ? ആ കൃഷ്ണാവതാരം അല്ലെങ്കിൽ രാമാവതാരം അല്ലെങ്കിൽ ഏത് അവതാരം വെച്ചാൽ അതിനെ തൻ്റെ തന്നെ മഹിമ കൊണ്ട് മറ്റൊരു കാരണമില്ലാതെ കണ്ട് ഭഗവാൻ അവതരിക്കാൻ കാരണമൊന്നുമില്ല. ഒന്ന് പറഞ്ഞിട്ടുണ്ട് ധർമ്മസംസ്ഥാപനാർത്ഥായ എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അച്ഛനമ്മമാരെ നിശ്ചയിക്കുന്ന ഭഗവാനാണ്, എവിടെ ജനിക്കണം നിശ്ചയിക്കുന്ന ഭഗവാനാണ്, എത്ര കാലം ജീവിച്ചിരിക്കണം നിശ്ചയിക്കുന്നത് ഭഗവാനാണ്, എന്തോ കർമ്മം ചെയ്യണമെന്ന് നിശ്ചയിക്കുന്നതും ഭഗവാനാണ്. നമ്മുടെ കാര്യത്തിലോ ഇതൊന്നും നമ്മളല്ല നിശ്ചയിക്കുന്നത്. എവിടെ ജനിക്കണം നമുക്ക് പറയാൻ നിർത്തിയില്ല, ആരച്ഛനമ്മമാരായിരിക്കണമെന്ന് പറയാൻ നിർത്തിയില്ല, ആണായിട്ട് ജനിക്കണോ പെണ്ണായിട്ട് ജനിക്കണമെന്ന് പറയാൻ നിർത്തിയില്ല. ജനിക്കുക അത്ര തന്നെ. ഭഗവാൻ അതല്ല എന്നർത്ഥം അവിടെ. അതുകൊണ്ട് ഭഗവാൻ സ്വന്തം മഹിമയെ ആശ്രയിച്ചുകൊണ്ട് പിന്നെ ഭഗവാന്റെ രൂപത്തിനെ പറ്റി പറയുന്നുണ്ട്. ശ്രീകൃഷ്ണ ഭഗവാൻ പ്രത്യഗ്രധാരാധര ലളിതകളായാവലി നല്ല നീലപ്രകാശമുള്ളതായ ഭഗവത് സ്വരൂപത്തിനെ ഏറ്റവും സുന്ദരനും ഏറ്റവും വൃത്തികെട്ടതുമാരാ? അത് ചിന്തിച്ചിട്ടുണ്ടോ? ഈ ലോകത്തിലെ ഏറ്റവും സുന്ദര വസ്തുവിനെ നമ്മൾ എങ്ങനെയാണ് സൗന്ദര്യം കണ്ടുപിടിച്ചത്? ഏറ്റവും സുന്ദരമല്ലാത്ത വസ്തുവായിട്ട് കമ്പയർ ചെയ്തിട്ടല്ലേ? ശരിയല്ലേ? ഏറ്റവും വൃത്തികെട്ട വസ്തുവിനോട് കമ്പയർ ചെയ്തപ്പോഴാണ് ഏറ്റവും വൃത്തിയുള്ള വസ്തു ഏതാണ് മനസ്സിലായത്. അത് ഏറ്റവും വൃത്തിയില്ലാത്ത വസ്തു ആരാ? ഭഗവാൻ തന്നെയാണ്. അധർമ്മവും ഭഗവാൻ തന്നെയാണ്, ധർമ്മവും ഭഗവാൻ തന്നെയാണ്. പൃഷ്ടന്തു അധർമ്മ, അവിടുത്തെ പൃഷ്ടം പിൻഭാഗമാണ് അധർമ്മം. അപ്പോൾ സുന്ദരനും ഭഗവാൻ തന്നെയാണ്, ഏറ്റവും സുന്ദരമല്ലാത്തതും ഭഗവാൻ തന്നെയാണ് വാസ്തവത്തിൽ. പക്ഷെ നമുക്ക് ഏറ്റവും ഇഷ്ടം ഏതാണ്? സുന്ദരമായ വസ്തു തന്നെയാണ്. അതാണ് നമുക്ക് കാണിച്ചു തരുന്നത്. നമുക്ക് ഏതാണ് ഇഷ്ടമുള്ളത് അത് കാണിച്ചു തരും. വരാഹാവതാരത്തിൽ എത്ര ഭംഗി, എന്തായാലും ഭംഗിയുണ്ടെന്ന് പറയാൻ പറ്റുമോ? പന്നിയെ കണ്ട എന്ത് ഭംഗിയാണ് പറയാനേ പറ്റും. അതേപോലെ കൃഷ്ണാവതാരത്തിലോ സൗന്ദര്യോത്തരതോവി. പക്ഷേ ഒരു പെൺപന്നിയോട് ആൺപന്നിയെ പറ്റി ചോദിച്ചു നോക്കൂ. മൈ ഹസ്ബൻഡ് ഈസ് വെരി ഹാൻഡ്സം എന്ന് പറയും. അത് അവരുടെ ആ ലെവലിൽ അതാ കഥ. അപ്പം അവിടെയുണ്ട് സൗന്ദര്യം അല്ലേ? ഇപ്പം എന്താണ് സൗന്ദര്യം എവിടെ നിലനിൽക്കുന്നത്? അതും പറഞ്ഞുതരാം. സ്വന്തം ഹൃദയത്തിൽ സൗന്ദര്യം ഉണ്ടെങ്കിലേ മറ്റുള്ള വസ്തുക്കളിൽ സൗന്ദര്യം കാണാൻ പറ്റുള്ളൂ. അല്ല പുറത്ത് സൗന്ദര്യമൊന്നുമില്ല. സൗന്ദര്യം മുഴുവൻ നിലനിൽക്കുന്നത് സ്വന്തം അകത്ത് തന്നെയാണ്. അത് പ്രതിഫലിക്കുന്നതാണ് മറ്റേ വസ്തുവിൽ. അതാ പറഞ്ഞു വരുന്നത്. ഏതായാലും ലാവണ്യസ്യകസാരം സുഹൃതി ജനദശാം, സുഹൃതികൾക്കായുള്ള ജനങ്ങൾക്ക് പൂർണ്ണ പുണ്യാവതാരം, പൂർണ്ണ
പുണ്യപൂർണ്ണാവതാരമല്ല, പൂർണ്ണ പുണ്യാവതാരം. പുണ്യം പൂർണ്ണമാകുന്ന സമയത്ത്, നമ്മുടെ സൽക്കർമ്മങ്ങളുടെ ആ അവസ്ഥ പൂർണ്ണമാകുന്ന സമയത്ത്, മനസ്സിൻ്റെ ആ സത്വഭാവം പൂർണ്ണമാകുന്ന സമയത്ത് അനുഭവിക്കുന്നതാണ് കൃഷ്ണാവതാരത്തിൻ്റെ അവസ്ഥ. കൃഷ്ണാവതാരത്തിൻ്റെ അവസ്ഥയ്ക്ക് ഇവിടെ പറയുന്നത് വാസ്തവത്തിൽ. അപ്പം അതുകൊണ്ട് പറഞ്ഞു, പിന്നെ പറഞ്ഞു ലക്ഷ്മി ഭഗവതി ഐശ്വര്യ ദേവത. എന്താ ഈ ഐശ്വര്യ ദേവത വെച്ചാൽ? എന്താ ഈ ഐശ്വര്യം എന്ന് വെച്ചാൽ? ഐശ്വര്യം വേണേ ഗുരുവായൂരപ്പ, ഐശ്വര്യം വേണേ ഗുരുവായൂരപ്പ. എന്താ ഈ സാധനം? അത് സഞ്ചിയിലും ഇങ്ങോട്ട് തരുമല്ലേ. ഐശ്വര്യം എന്ന് പറഞ്ഞാൽ ആയുരാരോഗ്യ സൗഖ്യം, അത് തന്നെ ഐശ്വര്യം. വെറും പണമല്ല. ലക്ഷ്മി ദേവിയുടെ നിന്ന് കിട്ടേണ്ടത്, ഈ മനുഷ്യൻ ജന്മത്തിൽ ലക്ഷ്യം ഇടേണ്ട വസ്തുവിൻ്റെ പേരാണ് ലക്ഷ്മി. ജന്മത്തിൽ ലക്ഷ്യം ഇട്ട് നേടേണ്ട ഈശ്വരകാരണത്തിൻ്റെ പേരാണ് ലക്ഷ്മി കടാക്ഷം, ആയുരാരോഗ്യ സൗഖ്യം. പണം നേടിയേണ്ട സന്തോഷമാവെന്ന് വിചാരിക്കുന്നുണ്ടോ നിങ്ങളൊക്കെ? ഞാൻ വിചാരിച്ചിട്ടില്ല, ഇഷ്ടമില്ല. നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ കുറേ പണം കിട്ടിയ സുഖമായിട്ടിരിക്കുന്നു? ആയുസ്സും ആരോഗ്യവും മനഃശാന്തിയാണ് ഏറ്റവും വലിയ ലക്ഷ്മി കടാക്ഷം. വേറെ ഒരു കടാക്ഷവും ഇല്ല. അതാണ് ഭഗവാൻ നമുക്ക് കിട്ടാനുള്ളത്. അതാണ് ഇവിടെ പറഞ്ഞത് ലക്ഷ്മി നിശങ്കലീലാനിലയനം. പിന്നെ പറഞ്ഞു, ജന്മത്തിനെ പറ്റി നമ്മൾ ഒരിക്കലും ആവലാതിപ്പെടരുത്. ഒരിക്കലും ആവലാതിപ്പെടരുത്. എന്താ? അത് വളരെ അപൂർവമായിട്ട് കിട്ടുന്നതാണ് മനുഷ്യജന്മം.